പരീക്ഷ കഴിഞ്ഞിട്ട് എല്ലാവരും റെസ്റ്റിലായിരിക്കും. നിങ്ങളുടെ വെക്കേഷൻ ടൈമാണ്, നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു മുഖവുരയുടെ ആവശ്യമില്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ലൈവ് എക്സാമുകളിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ലൈവിൻ്റെ സമയത്തൊക്കെ നിങ്ങൾ എന്നെ കണ്ടാവും. എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സൽസബി, നിങ്ങളുടെ എക്കണോമിക്സിൻ്റെ ടീച്ചറാണ്. എഡ്യൂപോർട്ടിലെ കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ഇവിടെ ഈ വർഷം ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ആദ്യമേ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിലെ അവസാനത്തെ വർഷമാണ് ഈ പറയുന്ന 2027. പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ +2 പഠിക്കാൻ പോകുന്ന കുട്ടികൾ. അതായത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും 10 വർഷമായിട്ട് കഴിഞ്ഞ് 11ാമത്തെ വർഷം പുതിയ സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും എത്തി. അതിനു മുൻപ് LKG UKG കൂട്ടണമെങ്കിൽ ഒരു 13 വർഷം കഴിഞ്ഞ് 14ാമത്തെയും അവസാനത്തെയും നിങ്ങളുടെ സ്കൂൾ ഇയർ. അതായത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും അവസാനത്തെ സ്കൂൾ ഇയറിലേക്കാണ് നിങ്ങൾ എത്താൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചില്ല് ചെയ്യേണ്ട ഒരു പ്രായം ആക്ച്വലി കേട്ടോ. ഞാൻ പറയുന്ന കാര്യം ഇപ്പോഴും ഇതാണ്, നമ്മൾ ആക്ച്വലി ചില്ല് ചെയ്യേണ്ട ഒരു ടൈമാണ്. നമ്മൾ ചില്ല് ചെയ്ത് നടക്കണ്ടേ. കാരണം നമ്മുടെ സ്കൂളിൽ ഈ പറയുന്ന സ്കൂൾ ലൈഫ് തീർന്ന ഈ വേറെ കിട്ടാറില്ല. നിങ്ങൾ ഇനി ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും +2 പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല അല്ലേ? എന്താ കാരണം, നമ്മുടെ വൈബുള്ള ആൾക്കാരല്ല. ഒരുപാട് പ്രായമായിട്ട് നമുക്ക് +2 പഠിക്കാൻ വളരെ പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം, ഈ പറയുന്ന അവസാന വർഷമാണ് നിങ്ങളുടെ +2 ജീവിതത്തിലെ, +2 എന്ന് പറയുന്ന സ്കൂൾ ജീവിതത്തിലെ ഏറ്റവും അവസാന വർഷമാണ് ഈ പറയുന്ന ഫൈനൽ ഇയർ. അഥവാ നമ്മളൊരു ഫൈനൽ പോരാട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന ഈ സമയത്ത്, പോരാട്ടം എന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞാണ്, പോരാട്ടമൊന്നുമല്ല, നമ്മുടെ ലൈഫിൻ്റെ ഒരു സ്റ്റേജ് മാത്രമായിട്ട് നിങ്ങൾ കാണും. നമ്മുടെ ലൈഫിൽ ഓരോ സ്റ്റേജുകളുണ്ടായിരുന്നു. നമ്മൾ കുട്ടിയായിട്ട് വെറുതെ മുട്ടിലൊക്കെ കഴിഞ്ഞ് നടന്ന സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഓടിച്ചാടി കളിച്ചൊക്കെ നടന്ന്, പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒരുപാട് ഗെയിമുകളും കാര്യങ്ങളൊക്കെ കളിച്ചേർന്ന് അവസാനം നമുക്ക് ചെറിയ താടി മീശയുമൊക്കെ ആയിട്ടും നമ്മൾ എന്ത് ചെയ്തു, സൗണ്ടൊക്കെ മാറിയിട്ട് നമ്മൾ വലിയ കുട്ടിയായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലും, അതുപോലെ തന്നെ അച്ഛനും അമ്മയൊക്കെ നിങ്ങളെ കൺസിഡർ ചെയ്യുന്ന ഒരേ സമയം നിങ്ങളോട് പറയും, നീ അവനെ കണ്ടുപഠിക്കുക അവളെ കണ്ടുപഠിക്കുക എന്ന് പറയും അല്ലേ. എന്നാൽ ചില സമയത്ത് നിങ്ങളോട് പറയും, നീ അവൻ്റെ കാര്യം നോക്കണ്ട അവളുടെ കാര്യം നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരേ സമയം നിങ്ങൾക്ക് ഒരു ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ വരെ ഉണ്ടാക്കിയുള്ള ആൾക്കാരാണ് നിങ്ങളുടെ പാരൻസ് എന്ന് പറഞ്ഞത്. പക്ഷെ അവർ നിങ്ങളോട് പറയുന്നത്, ചില കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുമ്പം അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ചില കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുമ്പം അവർ പറയും, ഓ നീ ഇത്രയും വലിയ ആളായി എന്ന് തോന്നുന്നത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ വലുതായെന്നും നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടെന്നും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും നിങ്ങൾ ഇവിടെ ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കാനൊരു അവസരം ഞാൻ പറയാം. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ +2 റിസൾട്ടാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ പറയുന്ന +2 റിസൾട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ റിസൾട്ടിനെ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ പാരൻസിന് നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ +2 അത്യാവശ്യം നല്ലൊരു മാർക്കിൽ പാസ്സായിരിക്കുക, നിങ്ങളുടെ പാരൻസ് നിങ്ങളെ എണീറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതിനുള്ളൊരു ബഹുമാനം എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് ഞാൻ ഗ്യാരണ്ടി തരാൻ കാരണം എന്ന് പറഞ്ഞാൽ, +2 എങ്ങനെയായിരുന്നാലും നിങ്ങളുടെ സീനിയേഴ്സ് പഠിച്ചു പോയിട്ടുണ്ട്, അവരോട് ചോദിച്ചു നോക്കുള്ളൂ എങ്ങനെയായിരുന്നു അവരുടെ പാരൻസ് ട്രീറ്റ് ചെയ്യുന്ന കാര്യം. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ള കാര്യത്തിലുള്ളൂ, നിങ്ങളുടെ ഫൈനൽ ഇയർ നിങ്ങൾ നന്നായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 3 ഓപ്ഷൻ തരാം. നിങ്ങൾക്ക് 3 ഓപ്ഷന് നിങ്ങളുടെ ഈ വർഷത്തെ പ്ലാൻ എന്താണെന്നുള്ളത്. പ്ലാൻ പൊതുവെ ആരോടും പറയാൻ പാടില്ല എന്നാണ് പറയാറുള്ളത്. പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ 2026, 27 ഓക്കെ ഈ അക്കാഡമിക് ഇയറിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. വൈബ് എന്തായാലും ഉണ്ടാവും. കാരണം എന്താ, വൈബിങ് കാര്യങ്ങൾ ജസ്റ്റ് ചില്ല് ചെയ്ത് നടക്കാനുള്ള ടൈമാണ്. അവസാനത്തെ വർഷമാണ്. അപ്പോൾ എനിക്ക് ഉഷാറായിട്ട് നടക്കാൻ, നന്നായിട്ട് എൻജോയ് ചെയ്ത് നടക്കാനുള്ള ടൈമാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യണം. വൈബായിരിക്കും, ഫുൾ വൈബായിരിക്കും സാറേ. ഓക്കെ സെറ്റ്, സമ്മതിച്ചു. രണ്ടാമത്തെ കാര്യം ചില്ലിങ്. അതിനും കുഴപ്പമില്ല. ചില്ലിങ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകുക, അതേപോലെ മഴ പെയ്യുമ്പോൾ സ്കൂളിൽ ഈ പറഞ്ഞ വെള്ളം ഉണ്ടാകുമ്പോൾ നമ്മൾ മഴത്ത് ഓടിക്കളിക്കുക, അതേപോലെ തന്നെ ചളിയാക്കുക, വെള്ളമാക്കുക, ചെറിയ കുശുമ്പുകളും അതുപോലെ ചെറിയ കുറുമ്പുകളൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ നടക്കുക, ടീച്ചേഴ്സിൻ്റെ കണ്ണിൽ ഉണ്ണിയായിട്ട് നടക്കുക, കണ്ണിലെ കരടായിട്ട് മാറാതിരിക്കുക എന്ന രീതിയിലൊക്കെ നമ്മൾ ചില്ല് ചെയ്തൊക്കെ നടക്കുന്നുണ്ടാവും. സ്പോർട്സ് വരും, ആർട്സ് വരും, ശാസ്ത്രമേള വരും, അതുപോലെ തന്നെ ഈ കലോത്സവവും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഉഷാറായിട്ട് നടക്കുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ ഒരാളെ മറന്നു പോകും. ആരോ ഇയാളങ്ങോട്ട് മറന്നു പോകും. കാരണം വേറെ ഒന്നുമില്ല. എന്താ കാരണം, ഈ ചില്ല് കഴിഞ്ഞിട്ടും വൈബൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ എൻജോയ് ചെയ്യാൻ ടൈം വേണ്ട. ഇനിയിപ്പോൾ ചില്ല് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചില്ല് ചെയ്തിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ആ ചില്ല് പിന്നെ കുപ്പിച്ചില്ലായിട്ട് മാറിയിട്ടുണ്ടാവും. കുപ്പിച്ചില്ലായിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുപ്പിച്ചില്ല് പിന്നെ ഉപകാരമല്ലല്ലോ. എന്ത് ചെയ്യുക, നമ്മളൊരു മൂലക്ക് കിടന്നുറങ്ങുക, അല്ലെങ്കിൽ ഫോണിൽ കളിച്ചൊക്കെ എന്ത് ചെയ്യും, സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച കാര്യത്തിലുള്ളൂ, ഇങ്ങനെ ചില്ലൊക്കെ ചെയ്ത് നടക്കുന്ന നമ്മുടെ മുമ്പിലേക്ക് എന്ത് ചെയ്യും, ലേണിംഗ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഔട്ട് ഓഫ് ബോക്സ് ആയിട്ട് ഇങ്ങനെ പോകും. ടിക്കറ്റിട്ടുണ്ടാവും, പക്ഷെ എന്താണ് ഔട്ട് ഓഫ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യമായിട്ട് നടക്കാത്തൊരവസ്ഥ വരും. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് എൻ്റെ മക്കളെ എത്തരുത്. അതിന് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ പറയുന്ന 2027 നിങ്ങൾ +2 പരീക്ഷ ചെയ്തു. നിങ്ങളുടെ +2 പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം, +1 നിങ്ങൾ എഴുതിയ പോലെ തന്നെ 6 സബ്ജക്റ്റിലാണ് നിങ്ങൾ പരീക്ഷ ചെയ്താൽ. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 2 ലാംഗ്വേജ്, കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ 2 ലാംഗ്വേജ് ഉണ്ടാവും. അതുപോലെ തന്നെ 3 കോർ സബ്ജക്റ്റുകൾ ഉണ്ടാവും. പിന്നെ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ്. ഈ ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒന്നുകിൽ സ്റ്റാറ്റി ആവാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആവാം, അല്ലെങ്കിൽ എന്താവാം മാത്തമാറ്റിക്സ് ആവാം, അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആവാം. ഇതൊന്നും അല്ലാത്ത ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ആവാം അല്ലേ.
അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പ്ലസ് ടുവിൽ ഇങ്ങനത്തെ പരീക്ഷ എഴുതാൻ പോകുന്നതാണ്. അപ്പോൾ മൊത്തം 6 വിഷയങ്ങൾക്ക് പരീക്ഷ എഴുതും. അതായത് ഏകദേശം ഞാൻ പറയുകയാണെങ്കിൽ 2 വർഷം കൊണ്ട് പ്ലസ് ടുവിലും അതുപോലെ തന്നെ പ്ലസ് വണ്ണിലുമായിട്ട് നിങ്ങൾക്ക് ആകെ കിട്ടാൻ പോകുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 1200 മാർക്കിലാണ് നിങ്ങളുടെ മാർക്ക് വരും. ഓക്കെ, അപ്പോൾ ആ 1200 നിങ്ങൾ എത്ര മാർക്ക് വാങ്ങി എന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു പെർസെൻറ്റേജ് വരും. അതിനനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങളുടെ പാരൻസ് നിങ്ങളോട് ട്രീറ്റ് ചെയ്യണം. അതിനനുസരിച്ച് ഇത്രയും കാലം നിങ്ങളോട് വില ഉണ്ടായിരുന്ന അതെങ്കിൽ വില ഉണ്ടായിരുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങൾ എന്ത് ചെയ്യും, അതിന് മാറ്റം വരുത്തും. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അല്ലാത്ത ഒറ്റ കാര്യം പോലും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞില്ല. നമ്മുടെ ലൈഫിൽ വന്ന കാര്യങ്ങൾ നമുക്ക് അനുഭവമാണ്, നമ്മുടെ അനുഭവം മറ്റുള്ളവർക്ക് പാഠങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം എൻ്റെ മക്കൾ എന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം കൂടി നിങ്ങൾ ഉൾക്കൊള്ളണം. ഇനി ഇതിൻ്റെയൊക്കെ കൂടെ ആയിട്ട് മറ്റൊരാൾ കൂടി നമുക്ക് വരാനുണ്ട്, വേറെ ആരുമില്ല. അതാണ് മക്കളെ പ്രാക്ടിക്കൽ എക്സാം. നിങ്ങളൊരു പക്ഷേ കൊമേഴ്സ് പഠിക്കുന്ന നിങ്ങൾക്ക് അക്കൗണ്ടൻസിക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവാം. ഇനി മറ്റേതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ട് അതിനൊക്കെ പ്രാക്ടിക്കൽ എക്സാം വരാൻ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് എന്താണ് അക്കൗണ്ടൻസി നമ്മളൊരു ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാത്ത ഒരാൾ എന്ത് ചെയ്യും, അവിടെ പരീക്ഷ ഹാളിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കും. എങ്ങനെ വെറുതെ പല പരിപാടിയും ചെയ്തിരിക്കുമല്ലോ, അതേപോലെ നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഈ പ്രാക്ടിക്കൽ എക്സാം കൂടി ഈ വർഷം ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച പോലെ തന്നെ നിൽക്കുന്നുണ്ട് അക്കൗണ്ടൻസി ഈ വർഷം പഠിക്കാനുണ്ട്, ബിസിനസ് സ്റ്റഡീസ് പഠിക്കാനുണ്ട്, എക്കണോമിക്സും പഠിക്കാനുണ്ട്. കാരണം എന്താണ്, നമ്മൾ എവിടേക്കും പോകുന്നില്ല അല്ലേ, നമ്മൾ കൊമേഴ്സിനുണ്ട് ഹ്യൂമാനിറ്റീസിനുണ്ട്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇത് പഠിക്കാനുണ്ട്. ആൻഡ് ഇതിൻ്റെയൊക്കെ പുറമെയായിട്ട് മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് സ്റ്റാറ്റ് ഈ പറഞ്ഞ 4 ഓപ്ഷൻ സബ്ജക്റ്റിൽ ഏതെങ്കിലും വന്നു അല്ലെങ്കിൽ പുറമേയുള്ള വേറെ ഏതെങ്കിലും ഒക്കെ പഠിക്കാനാണോ. അപ്പോൾ ഞാൻ പറയുന്നു, കഴിഞ്ഞ വർഷം നമ്മൾ എക്കണോമിക്സ് പഠിച്ച എത്രയായിരുന്നു, 80 മാർക്കാണ്. ഈ വർഷം നമ്മൾ പഠിക്കുന്നത് 80 മാർക്കാണ്. അപ്പോൾ മൊത്തം 160 മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷ, 160 മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷയും ബാക്കി 20+20 എന്ന രീതിയിൽ 40 മാർക്കിന് CE മാർക്ക്. ആകെ മൊത്തം 200 മാർക്കാണ് നമുക്ക് ഈ പറഞ്ഞ 2 വർഷം കൊണ്ട് ഉണ്ടാവുക. അപ്പോൾ ഈ 2 വർഷം കൊണ്ട് 200 മാർക്ക് നിങ്ങൾ നേടുന്ന സമയത്ത് എക്കണോമിക്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുതരാം. എക്കണോമിക്സ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അല്ലേ. +1 എക്കണോമിക്സിൽ നിങ്ങൾ പഠിച്ചത് എന്തായിരുന്നു, ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ്. ചിലർക്ക് തയ്യാറെടുപ്പില്ല സാറേ അതിനെക്കുറിച്ച് പറയല്ലേ, വെറുത്ത് പിന്നെ ഞാൻ നിങ്ങളെ ലൈവ് കണ്ടിട്ടാണ് പിന്നെ ഒരു സന്തോഷം തോന്നി, എന്നിട്ടാണ് പിന്നെ എനിക്ക് സന്തോഷം തോന്നിയത് പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ അതേപോലെ തന്നെ ഇന്ത്യൻ എക്കോണമി, കുഴപ്പമില്ല സാറേ ഇതൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്, ഞാൻ ഇതൊക്കെ കഴിച്ചിലായി പോയതാണ് സാറേ എന്ന മൈൻഡിലുണ്ടാവും. എന്തായാലും കുഴപ്പമില്ല, അത് കഴിഞ്ഞു അല്ലേ, അത് കഴിഞ്ഞു. നമ്മൾ പറയാതെ പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയും. അത് ഈ എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ വളരെ ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇനി +2 ആണ് അല്ലേ, +2 എക്കണോമിക്സ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ എത്തുന്ന സമയത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് ആണ് 2ാം ഭാഗമല്ല, ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആണ് 2ാം ഭാഗമല്ല. പിന്നെ എന്തുള്ളത്, ഇതാ ഒരു മൈക്രോ എക്കണോമിക്സ് ഉണ്ടാവും, ഒരു മാക്രോ എക്കണോമിക്സ് ഉണ്ടാവും. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ് ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുന്നതാണ് ഈ 2 സംഭവം. കാരണം ഇതിന് മുൻപ് നിങ്ങളിത് പഠിച്ചിട്ടേ ഇല്ല. അപ്പോൾ പുതിയതായിട്ട് 2 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ്. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, ഈ മൈക്രോ എക്കണോമിക്സ് എങ്ങനെയാണ് മാക്രോ എക്കണോമിക്സ് എങ്ങനെയാണ് നിങ്ങൾക്കൊരു അഭിപ്രായം ചോദിക്കാനുണ്ടാവും അല്ലേ. സാർ ഇത് പഠിക്കാൻ ടഫാണോ ബുദ്ധിമുട്ടാണോ, നിങ്ങൾക്ക് അവിടെ തൊട്ടതായി കമൻറ്റ് ചെയ്തിടാം, നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ വെച്ചാൽ കമൻറ്റ് ചെയ്തിടാം. ഈ വീഡിയോ കാണുന്ന ഓൾറെഡി ഇപ്പോൾ +2 കഴിഞ്ഞ ആൾക്കാരുണ്ടാവും അല്ലേ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു കൊടുക്കണം. സാറേ മൈക്രോ പഠിക്കാനോ മാക്രോ പഠിക്കാനോ +2 എക്കണോമിക്സിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവും. ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് നിങ്ങളുടെ കമൻറ്റ് എന്തായിരിക്കും, +2 എക്കണോമിക്സ് ഈസി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെന്ത് പറയില്ല, ആണെന്ന് പറയില്ല. കാരണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ ടെൻഷനാക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞില്ല. നമ്മൾ ഇതുവരെ പഠിച്ചെന്ന കാര്യമായിട്ട് യാതൊരു കണ്ടിന്യൂറ്റി ഇല്ലാത്ത ഒരാളാണ് മൈക്രോ മാക്രോ എക്കണോമിക്സ് പറഞ്ഞാൽ നമ്മൾ പഠിക്കാനുള്ളത്. മൈക്രോ പിന്നെയും പോട്ടെ എന്നൊക്കെ സാറേ, എൻ്റെ മാക്രോയിലെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൂടെ സാറേ എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിലുള്ളൂ, ഈ പറഞ്ഞ മൈക്രോ മാക്രോ ആണ് നമുക്ക് പഠിക്കാനുണ്ടാവും. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഞാൻ നേരത്തെ ടിക്ക് ചെയ്തിരുന്ന ബോക്സിൽ നമ്മുടെ ലേണിംഗ് പുറത്തായിരുന്നേ, അതിന് നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ പഠിക്കാനുള്ള എന്തൊക്കെ ചെയ്യും, പഠിക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം ഓൾറെഡി ഇപ്പോൾ +1 എഡ്യൂബോർഡിൻ്റെ കോഴ്സ് എടുത്ത് പഠിച്ച ആൾക്കാരുണ്ടാവും. ഞാൻ എൻ്റെ അഭിപ്രായം പറയട്ടെ മക്കളെ, കോഴ്സ് എടുത്ത് പഠിച്ച ആൾക്കാർ അവർ പേഴ്സണലായിട്ട് മെസ്സേജ് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, സാർ പഠിക്കാൻ വലിയൊരു ആഗ്രഹം കാര്യങ്ങളൊന്നും തോന്നാതിരിക്കുന്ന സമയത്ത് കോഴ്സ് എടുത്തതാണ്, പഠിക്കാൻ മൈൻഡൊന്നും ഉണ്ടായില്ല. പക്ഷെ കോഴ്സ് എടുത്ത് പഠിച്ചതിന് ശേഷം എൻ്റെ മാർക്കും എനിക്ക് പരീക്ഷയിലും ഞാൻ ജയിച്ചിട്ടുണ്ട് സാറേ, എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. അതായത് A+ പ്രതീക്ഷ എനിക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് പാസ്സാവുമെന്ന് പോലും കൺഫ്യൂഷൻ അടിച്ച് ഞാൻ നല്ല മാർക്കിന് ഡബിൾ പാസ്സിൽ സാറേ ഞാൻ പാസ്സായെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ച ആൾക്കാരുണ്ട്. ഇനി ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല, നമ്മളെന്താണ് പിന്നെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവരുടെ പ്രൈവസി മാനേജിട്ടും അതുപോലെ എൻ്റെ പ്രൈവസി മാനേജിട്ടും എന്ത് ചെയ്യണേ, ഇത് പുറത്ത് ഇങ്ങനെ വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ ക്ലിപ്പായിട്ടോ പുറത്ത് വിടാത്തതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു +1 എഡ്യൂബോർഡിൻ്റെ കോഴ്സ് എടുത്തിട്ട് അല്ലെങ്കിൽ +1 എങ്ങനെയായിരുന്നു എഡ്യൂബോർഡിൻ്റെ കോഴ്സ് എടുത്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കുകൾ നിങ്ങളുടെ നിലവാരം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ ചെയ്യാം. കാരണം നമുക്ക് വേറെ ഒന്നും ഒളിച്ചു വെക്കാനില്ല, നമ്മൾ എല്ലാം എന്താണ് നേരെ പോ. ഞാൻ നിങ്ങളും ആകെയുള്ള ഒരു തറയല്ല മറ എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്, നിങ്ങളുടെ മുമ്പിലെ സ്ക്രീന് മാത്രമാണ്. ആ സ്ക്രീനിലൂടെ നിങ്ങൾ എന്നെ കണക്ട് ചെയ്യുന്നു, ഞാൻ ഈ പറയുന്ന സ്ക്രീനിലൂടെ നിങ്ങളെ കണക്ട് ചെയ്യുന്നു, നമുക്കിടയിൽ ഒന്നും മറച്ചു വെക്കാനില്ല.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. ഈ പറഞ്ഞ 3 ബോക്സിൽ നിങ്ങൾ ടിക്കണം. അപ്പോൾ അതിന് എല്ലാവിധ അസിസ്റ്റൻസുമായിട്ട്, ഞാൻ വെറുതെ പറഞ്ഞല്ല, ഈ പറഞ്ഞ 3 കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അസിസ്റ്റൻസ് വേണമെങ്കിൽ, മെയിനായിട്ട് ലേണിങ്ങിന് കൃത്യമായിട്ട് വേണമെങ്കിൽ ഞാനൊരു ഗ്യാരണ്ടി തരും. നിങ്ങൾക്ക് 100% ഞാൻ നിങ്ങൾക്ക് എൻ്റെ പേരിൽ ഞാൻ ഉറപ്പ് തരുന്ന ഗ്യാരണ്ടി. ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിരാശപ്പെടേണ്ടില്ല. കാരണം എക്കണോമിക്സിൽ അത്രയും ടഫായിട്ടുള്ള പല ഏരിയകൾ പോയി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈസി ആയിട്ട് പഠിക്കും. നമ്മൾ ഈസി ആയിട്ട് പഠിക്കുക എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾക്കറിയാം പ്ലസ് 1 എങ്ങനെയാണ് നമ്മുടെ പഠനം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്ന കുറേ കഥകളും സ്റ്റോറികളൊക്കെ വെച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത്, കോഡുകളൊക്കെ വെച്ച് നമ്മൾ പഠിക്കുന്നത് ചെയ്യും, അതേ സമയം നമ്മൾ പ്ലസ് 2 അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഈസി ആയിട്ട് തന്നെ പഠിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ലൈഫിൽ അബ്സല്യൂട്ട് ലക്ഷ്യം നമുക്കൊന്നുണ്ട്, എന്താണ് കരിയർ. എന്താ കരിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച ഭക്ഷണം, നമ്മൾ ആഗ്രഹിച്ചിരുന്ന വായിൽ രുചിയൂറുന്ന ഭക്ഷണം നമ്മൾ കാത്തിച്ചിട്ടുണ്ടായിരുന്നു, ആഗ്രഹിച്ച വസ്ത്രത്തിനൊപ്പം തന്നെ ആഗ്രഹിച്ച ഷൂ ഉണ്ടാവും, ചെരുപ്പുണ്ടാവും, ഒക്കെ പോട്ടെ, നമ്മൾ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ച സ്ഥലങ്ങൾ, സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ച വാഹനങ്ങൾ, ജീവിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു ജീവിതം ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിയറാണ്. ആ കരിയർ നമുക്ക് കിട്ടുന്ന സാലറി, ഇൻകം, ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ കരിയറാണ് നമ്മുടെ ലൈഫ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറ് അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും കരിയറാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, കരിയർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമുക്ക് വേണ്ടി കാത്തിക്കുന്നില്ല. കാരണം എന്താ പറയുക, ഇവിടെ എങ്ങനെ ഒരു കരിയർ ഉണ്ടോ, നീ വേഗം കയറി വാട്ടോന്ന് ആരും പറയില്ല. നമ്മൾ ശരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ കരിയർ നമ്മൾ ഉണ്ടാക്കാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതലുള്ള കാര്യമാണ് നമ്മുടെ ലൈഫിൽ കരിയർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യം. അല്ലാതെ ഒരിക്കലും കരിയർ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങളിത് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ തയ്യാറായി കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇത്രയും നേരം നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ പറയുന്ന കാര്യത്തിലുള്ളൂ, ആ കരിയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ 18 വയസ്സ് പൂർത്തിയാക്കുകയോ അല്ലെങ്കിൽ 18 വയസ്സിന് മുൻപായിട്ട് പ്ലസ് 2 കഴിയും. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മികച്ച തീരുമാനത്തോട് കൂടി ചേക്കാരം നിങ്ങൾ പ്ലസ് 2 പാസ് ഔട്ട് ആയിട്ട് പോകും. ആ ഒരു ഗ്യാരണ്ടി ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ഞാൻ വെറുതെ പറഞ്ഞല്ല, 100% ഞാൻ നിങ്ങൾക്ക് തരുന്ന ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് ആ ഒരു കരിയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്ലസ് 2 പൂർത്തിയായിട്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കാൻ തയ്യാറെങ്കിൽ എജുബോർഡിൽ ഞാൻ പറഞ്ഞ കാര്യത്തിലുള്ളൂ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എജുബോർഡിൻ്റെ കൂടെ യാത്ര ചെയ്യാം. യാതൊരുവിധ കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ ഒരുപാട് വരും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലസ് 2 കുറിച്ച് എങ്ങനെയാണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറയാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കൂടെ നിൽക്കാൻ എജുബോർഡ് തയ്യാറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിലുള്ളൂ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എജുബോർഡിനൊപ്പം തന്നെ പ്ലസ് 2 പഠിച്ചു തുടങ്ങും. വേറെ ഒന്നുമല്ല കേട്ടോ. കേരളത്തിലെ മികച്ച അധ്യാപകർ എന്ന് പറയുമ്പം ഈ ഞാനൊഴികെ ബാക്കി എല്ലാവരും മികച്ചവരാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അല്ലേ. നമ്മൾ സാധാരണ ഒരു അധ്യാപകനായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അത് മാത്രമേ ഉള്ളൂ. പിന്നെ അക്കൗണ്ടൻസിക്കാണ് നമ്മുടെ കുമാർ സാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് ആരുണ്ട്, ഈ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആരുണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ആരാടാ ഒക്കെ പോട്ടെ. അപ്പോൾ അതിനൊപ്പം തന്നെ നമുക്ക് എന്തുണ്ട്, നമുക്ക് ഇവിടെ സാറൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ, ഇവരൊക്കെ വേറെ ആരുമില്ല. അപ്പോൾ അതറിയാത്തതുകൊണ്ടെന്ന് പറഞ്ഞല്ല, നമ്മുടെ ജസീം സാറിനെ കേട്ടോ, വേറെ ആരുമില്ല. ഓക്കെ. പിന്നെ അജാസ്ക ഉണ്ടാവും. അജാസ്ക നിങ്ങൾക്ക് പഠിപ്പിക്കാനൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമ്മുടെ എല്ലാത്തിൻ്റെ തല അജാസ്ക ആയതുകൊണ്ട് തന്നെ അജാസ്ക നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ എജുബോർഡിൻ്റെ കൊമേഴ്സിലെ സൂപ്പർ ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ എന്ത് ചെയ്യും, അവസാന നിമിഷത്തേക്ക് നിങ്ങൾ കാത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ലഞ്ച്, രാത്രിയിലെ ഡിന്നർ, വൈകിട്ടത്തെ ഈവനിങ് സ്നാക്ക്, ഈ പറഞ്ഞ 4 കാര്യങ്ങളും ഒറ്റ നേരം കൊണ്ട് ഒന്നിച്ച് കഴിച്ച പോലെ. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ കൂടെ നിൽക്കാൻ എന്തുണ്ട്, ഞാനുണ്ടാവും. ഓക്കെ, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് വാങ്ങിയിട്ട് പഠിച്ച് പ്ലസ് 2 പൂർത്തിയായി പോകാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി അതിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ നമുക്കിത് പഠിച്ചിട്ട് നല്ല മാർക്ക് നേടിക്കണം. അപ്പോൾ പ്ലസ് 2 നമ്മൾ അടിക്കാൻ പോവാണ് മക്കളെ. അപ്പോൾ നമുക്ക് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. വീണ്ടും കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സെൽഫ് സബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.